ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ചാപ്റ്റർ 17 ആണ്. ഇതിൽ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. നോസ്ട്രിൽസ്, നേസൽ ക്യാവിറ്റീസ്, ലാറിൻസ്, ട്രക്കിയ, ബ്രോങ്കിയോൾസ്, ആൽവിയോളൈ എന്നിവയൊക്കെയാണ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ്. അപ്പം ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് തൊട്ട് ലാസ്റ്റ് പാർട്ട് വരെ, അതായത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് പാർട്ട് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഇവിടെ തുടങ്ങുന്നത് നേസൽ പാസേജ് തൊട്ടാണ്. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചിട്ട് നമുക്ക് ഈ ഗ്രാഫ് നോക്കാം. അപ്പം റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട്സ് വിത്ത് പെയർ ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് വിച്ച് ലെഡ്സ് ടു എ നേസൽ ചാമ്പർ ത്രൂ ദ നേസൽ പാസേജ്. അപ്പോൾ നേസൽ പാസേജിൽ കൂടെ ഒരു നേസൽ ചാമ്പറിലോട്ട് ചെല്ലുന്നതാണ് ഇവിടുത്തെ പാർട്ടായിട്ട് കൊടുത്തേക്കുന്നത്. അവിടെ കാണാം എ പെയർ ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ്. ഇവിടെ രണ്ട് പെയറായിട്ട് നോസ്ട്രിൽസ് കിടപ്പുണ്ട്. നേസൽ ചാമ്പറിലേക്കാണ് അത് പോകുന്നത്. എന്തുവഴി? നേസൽ പാസേജ് വഴി അത് നേസൽ ചാമ്പറിലോട്ട് എത്തിച്ചേരുന്നു. അടുത്തെന്ന് പറയുമ്പോൾ നേസൽ ക്യാവിറ്റീസ് ആർ ലൈൻഡ് ബൈ മ്യൂക്കസ് മെംബ്രെയിൻ വിച്ച് സെക്രീറ്റ് മ്യൂക്കസ്. നമുക്കറിയാമല്ലേ, ഒരു കൊഴുമ്പ് ദ്രാവകം പോലെയുള്ള ഒരു വസ്തുവാണ് മ്യൂക്കസ്. നേസൽ ക്യാവിറ്റി ആർ ലൈൻഡ് ബൈ മ്യൂക്കസ് മെംബ്രെയിൻ. അപ്പോൾ നമുക്കൊന്ന് ജലദോഷമൊക്കെ വരുമ്പം ഒരു കൊഴുമ്പ് പരുവത്തിലുള്ള ദ്രാവകം പുറത്തോട്ട് വരുന്നു, അതാണ് മ്യൂക്കസ്. അപ്പം നേസൽ ക്യാവിറ്റിയിൽ നിന്നാണ് അത് പുറത്തോട്ട് വരുന്നത്. അപ്പം ഇറ്റ് കീപ്സ് ദ നേസൽ ക്യാവിറ്റി മോയ്സ്റ്റ്. അപ്പം മ്യൂക്കസ് മെംബ്രെയിൻ ഉള്ളതുകൊണ്ട് അതെപ്പോഴും മോയ്സ്റ്റ് ആയിട്ടിരിക്കും, മൃദുലമായിട്ടിരിക്കും. ആൻഡ് ട്രാപ്സ് ഡസ്റ്റ് ആൻഡ് അതർ ഫോറിൻ പാർട്ടിക്കിൾസ് ഇൻ ദ ഇൻഹെയിൽഡ് എയർ. അപ്പം നമ്മുടെ മൂക്കിൻ്റെ അകത്ത് ചില ഹെയർസും അങ്ങനെ മ്യൂക്കസ് തടഞ്ഞ് നിർത്തുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നതൊക്കെയാണ്. ഹെയർസ് ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ ദ നേസൽ ക്യാവിറ്റി വിച്ച് ഫിൽറ്റേഴ്സ് ഔട്ട് ദ ഡസ്റ്റ് ഫ്രം ദി എയർ. ദ നേസൽ ക്യാവിറ്റി ഓപ്പൺ ഇൻ ടു ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ഫാരൻസ്. അപ്പോൾ ഫാരൻസ് ഇവിടെ കാണാം. ഈ നേസൽ ക്യാവിറ്റി ഓപ്പൺ ചെയ്യുന്നത് പോസ്റ്റീരിയർ പാർട്ടാണ്, അതായത് പുറത്തുള്ള ഭാഗത്തായ ഫാരൻസിലേക്കാണ്. ഫാരൻസ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ഒരു സാധനമാണ്. ദ നേസൽ ചാമ്പർ ഓപ്പൺസ് ഇൻ ടു ദ ഫാരൻസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് എ പോർഷൻ ഓഫ് വിച്ച് ദ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. അപ്പം ഇതൊരു കോമൺ പാസേജാണ്. അവിടെ വഴി ഭക്ഷണവും കടക്കും, എയർ വായുവും കിടക്കും. അതുകൊണ്ടൊരു കോമൺ പാസേജാണ്. അത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും വളരെ ഉപകാരപ്രദമാണ്. കാരണം എന്താ, ഫുഡ് വെക്കുമ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേഷൻ നടക്കുമ്പം എയർ. അപ്പം ഫാരൻസ് ഒരു കോമൺ പാസേജ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ദ പാർട്ട് ഓഫ് ദ ഫാരൻസ് ബിഹൈൻഡ് ദ ബക്കൽ ക്യാവിറ്റി ഫോർ ദി പാസേജ് ഓഫ് ഫുഡ് ഈസ് കോൾഡ് ഓറോഫാരിൻസ്. അപ്പം ഫാരൻസിൻ്റെ പുറകിലായിട്ട് ബിഹൈൻഡ് ദ ബക്കൽ ഒരു ഫാരൻസിൻ്റെ പാർട്ടാണ് പുറകിലായി, ബക്കൽ ക്യാവിറ്റിയുടെ പുറകിലായിട്ടാണ് ഈ പാസേജ് കാണപ്പെടുന്നത്. ഇത് പാസേജ് ഓറോഫാരൻസ്. അതൊരു ഫാരൻസിൻ്റെ പാർട്ടാണ്, ബക്കൽ ക്യാവിറ്റിയുടെ പുറകിലായിട്ടാണ് അത് കാണപ്പെടുന്നത്. ആൻഡ് ദ പാർട്ട് ഓഫ് എയർ പാസേജ് ഈസ് കോൾഡ് നേസോഫാരൻസ്. അപ്പം ഫുഡ് പാസേജ് ചെയ്യുന്നതിന് ഓറോഫാരൻസ് എന്നും എയർ പാസേജ് ചെയ്യുന്നതിനെ നാസോഫാരൻസ് എന്നുമാണ് പറയുന്നത്. ഫാരൻസ് അപ്പം ഒരു കോമൺ പാസേജാണ്. അതിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, റെസ്പിറേഷനും ഡൈജഷനും വേണ്ടി. അത് എയർ ചെയ്യുന്നതിന് റെസ്പിറേഷനും, അപ്പോൾ അതിനെ നാസോഫാരൻസ് എന്നും, ഫുഡ് പാസേജ് ചെയ്യുമ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം അതിനെ ഓറോഫാരൻസ് എന്നും വിളിക്കുന്നു. ദ പാർട്ട് ഓഫ് ദി ഫാരൻസ് ബിഹൈൻഡ് ദ ലാറിൻസ് ഈസ് കോൾഡ് ലാറിൻജിയോഫാരൻസ്. ഫാരൻസ് എൻ്റെ പാർട്ട് തന്നെയാണ് ലാറിൻസ്. അപ്പം ബിഹൈൻഡ് ദ ലാറിൻസ്, ലാറിൻസിൻ്റെ പുറകിലായിട്ട് ലാറിൻജോഫാരൻസ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. ഓൺ ദി ഫ്ലോർ ഓഫ് ദി നാസോഫാരൻസ് ദെയർ ഈസ് എ സ്ലിറ്റ് ലൈക്ക് ഓപ്പണിംഗ് കോൾഡ് ഗ്ലോട്ടിസ് വിച്ച് ഈസ് ഗാർഡഡ് ബൈ എ കാർട്ടിലേജിനസ് ഫ്ലാപ്പ് ഓഫ് സ്കിൻ കോൾഡ് എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ ഇവിടെ ഗ്ലോട്ടിസ് ആൻഡ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. ഫ്ലോർ ഓഫ് നാസോഫാരൻസ്, അപ്പം താഴെ അല്ലേ നാസോഫാരൻസിൻ്റെ അടിയിലായിട്ട്
ഒരു സ്ലിറ്റ് പോലെ നമ്മുടെ ചുരിദാറിനൊക്കെ തയ്ക്കുന്ന കൂട്ട് സ്ലിറ്റിന് പോലെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് ഗ്ലോട്ടിസ്. അതിനൊരു കാർട്ടിലേജ് കൊണ്ടുള്ള ഒരു ഫ്ലാപ്പ് സ്കിന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എപ്പിഗ്ലോട്ടിസ്. ഗ്ലോട്ടിസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എപ്പിഗ്ലോട്ടിസ്. The epiglottis prevents the entry of food into the trachea while swallowing. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്ലോട്ടിസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണല്ലോ എപ്പിഗ്ലോട്ടിസ്. അപ്പം എപ്പിഗ്ലോട്ടിസ് എന്ത് പ്രിവെൻറ്റ് ചെയ്യുന്നു? എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ട്രക്യ വൈൽ സ്വാളോയിങ്. അപ്പോൾ ട്രക്കയിലോട്ട് നമ്മുടെ ഫുഡ് കടക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന, നമ്മളിപ്പോൾ കഴിക്കുമ്പോഴത്തേനും ചില ഫുഡ് വഴിമാറി പോവുമായിരിക്കും. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ് എപ്പിഗ്ലോട്ടിസ്. ഗ്ലോട്ടിസ് ലിഡ്സ് ടു എ തിൻ വോൾഡ് ട്യൂബ് കോൾഡ് ട്രക്യ. അപ്പോൾ ഗ്ലോട്ടിസ് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു തിൻ വാളായിട്ടുള്ള ഇച്ചിരി കട്ടി കുറഞ്ഞ വാള് ട്യൂബുണ്ട്. അതിൻ്റെ പേരാണ് ട്രക്യ ഓർ വിൻഡ് പൈപ്പ്. വിൻഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ വിൻഡ് കടത്തുന്ന പൈപ്പ്. വിച്ച് റൺസ് ത്രൂ ദ നെക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ഈസോഫാഗസ്. ഈസോഫാഗസ് എന്ന് പറയുന്നത് ഈ നീണ്ട ഭാഗമാണ്. അപ്പം ആ ഭാഗത്തൂടെയാണ്, ആ നെക്ക് നമ്മുടെ തൊണ്ടയുടെ ആ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, the upper part of the trachea is enlarged to form the larynx or sound box. ലാറിൻസ് അല്ലെങ്കിൽ സൗണ്ട് ബോക്സ് എന്നാണ് നമ്മൾ ഈ ഭാഗത്തെ വിളിക്കുന്ന പേര്. വോയിസ് ബോക്സ് അല്ലെങ്കിൽ സൗണ്ട് ബോക്സ് എന്ന് നമുക്ക് പറയാം. ഇവിടെ കാണാവുന്നേ ഉള്ളൂ. The upper part of the trachea is enlarged to form. അപ്പം ട്രക്കയുടെ അപ്പർ പാർട്ട് എൻലാർജ് ചെയ്താണ് ലാറിൻസ് അല്ലെങ്കിൽ സൗണ്ട് ബോക്സ് നിർമ്മിച്ചിരിക്കുന്നത്. The wall of the larynx is supported by rings of cartilage such as thyroid cartilage and cryptoid cartilage. അപ്പം ഈ ലാറിൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന 2 റിങ്സ് ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തേക്കുന്ന 2 കാർട്ടിലേജ് റിങ്സ് ഉണ്ട്. ഒന്ന് തൈറോയിഡും 2 ക്രൈസോയിഡും. അപ്പം 2 ലാറിൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 2 എപ്പിഗ്ലോട്ടിസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലാറിൻസിൻ്റെ കാര്യം വരുമ്പോഴത്തേനും കാർട്ടിലേജ് റിങ്സാണ് തൈറോയിഡ് കാർട്ടിലേജും ക്രൈസോയിഡ് കാർട്ടിലേജും. The thyroid cartilage is the largest and projects externally at the neck region called as Adam's apple in man. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നതാണ് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനം ആപ്പിൾ അല്ലേ. അപ്പം നമുക്കിത് ഓർത്ത് വെക്കാം, വളരെ എളുപ്പമായിരിക്കും. ഇത് തൈറോയ്ഡ് കാർട്ടിലേജ്. അപ്പം നമ്മളിവിടെ പറഞ്ഞു ലാറിൻസിനെ 2 റിങ്സ് ഓഫ് കാർട്ടിലേജ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് തൈറോയിഡും ഒന്ന് ക്രൈസോയിഡും. അപ്പോൾ തൈറോയിഡ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയതാണ്. ആൻഡ് പ്രൊജക്ട്സ് എക്സ്റ്റേണലി, ഇങ്ങനെ നമ്മുടെ പ്രൊജക്റ്റൈൽ മോഷൻ പോലെ ഒരു പാരാബോള ഷേപ്പ് പോലെ ഇങ്ങനെ പുറത്തോട്ട് ആ നെക്ക് റീജിയനിൽ അങ്ങോട്ട് വരുന്നു. ആ ഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് ആദംസ് ആപ്പിൾ ഇൻ മാൻ. ആദമിൻ്റെ ആപ്പിൾ. The 2 folds of mucous membrane stretching across the lumen of the larynx called vocal cords vibrate to produce sound. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ ഓഫ് സൗണ്ട്, നമുക്ക് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഈ 2 ഫോൾഡായിട്ട് കാണപ്പെടുന്നു. ഈ ലാറിൻസിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു 2 മെംബ്രെയിൻ ആയിട്ട് കാണുന്നു. ആ മ്യൂക്കസ് മെംബ്രെയിനാണ് ആ കാണപ്പെടുന്നത്. നമുക്ക് സൗണ്ട് വൈബ്രേറ്റ് ചെയ്യാൻ, വൈബ്രേഷൻ വഴിയാണ് നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് നമ്മളെ സഹായിക്കുന്നു. The trachea is protected by C-shaped cartilaginous rings which prevent the collapsing of the walls of the trachea when there is less air in it. അപ്പോൾ trachea protected by C-shaped cartilaginous rings. അപ്പം ഇത് C-shape ആയിട്ടുള്ള ഒരു കാർട്ടിലേജ് കൊണ്ടുള്ള റിങ് കൊണ്ടാണ് ട്രക്കിയ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വിച്ച് പ്രിവെൻറ്റ് ദ കൊളാപ്സിങ് ഓഫ് ദി വാൾസ് ഓഫ് ദി ട്രക്കിയ വേർ ഇസ് ലെസ് എയർ ഇൻ ഇറ്റ്. അപ്പം ഇച്ചിരി ശ്വാസം ഉള്ളതെന്ന് വെച്ചായിരിക്കും, ഇച്ചിരി എയറേ ഉണ്ടായിരിക്കുക എന്ന് വെച്ചാൽ. അപ്പം വാൾസ് തമ്മിൽ കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടൽ തടയാൻ വേണ്ടിയാണ് ഇവിടെ ഒരു കാർട്ടിലേജിനസ് റിങ്സ്, അത് ഏത് ഷേപ്പിലാണ്? C ഷേപ്പിൽ ഇരിക്കുന്നത്.
Trachea divides into bronchi and each bronchus enters into each lungs. അപ്പം ട്രക്കിയനെ ഡിവൈഡ് ചെയ്ത് ബ്രോങ്കിയാക്കി. ബ്രോങ്കിനെ ഓരോ ഈച്ച് ബ്രോങ്കസ്, അതായത് എല്ലാ ബ്രോങ്കസിനും ഓരോന്ന് വെച്ച് ഈച്ച് ലങ്സ്, ഓരോ ലങ്സിലേക്കും എൻ്റർ ചെയ്ത് പോകുന്നു, അകത്തോട്ട് പ്രവേശിക്കുന്നു. ദ ബ്രോങ്കൈ ഡിവൈഡ് ടു ഫോം ദ ബ്രോങ്ക്യൂൾസ്. അപ്പം ആദ്യമേ ട്രക്കിയെ ഡിവൈഡ് ചെയ്ത് ബ്രോങ്കിയാക്കി ബ്രോങ്കിനെ ബ്രോഞ്ചോൾസ് ആക്കി മാറ്റുന്നു. ഈച്ച് ബ്രോങ്ക്യൂൾസ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് ഡക്ട്സ് കോൾഡ് ആൽവിയോളർ ഡക്ട്സ്. അപ്പോൾ ബ്രോങ്ക്യോളർ ഡക്ട്സിനെ ബ്രോഞ്ചിയോളിനെ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ആൽവിയോളർ ഡക്ട്സ് ആയിട്ട് മാറ്റുന്നു. ചെറിയ ഡക്റ്റാണ് ആൽവിയോളർ ഡക്റ്റായിട്ട് മാറ്റുന്നു. ഈച്ച് ആൽവിയോളർ ഡക്റ്റ് swells up into a thin-walled air sacs called alveolus. ഈ ആൽവിയോളർ ഡക്ട്സ് ഒരു തിൻ വാളായിട്ടുള്ള എയർ സാക്സ് ഫോം ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് ആൽവിയോളസ്. ഈച്ച് ആൽവിയോളർ ഡക്റ്റ് swells up into a thin-walled air. അപ്പോൾ ഇതായിട്ട് മാറുന്നു. ഗ്രൂപ്പ് ഓഫ് ആൽവിയോള കോൾഡ് ഇൻഫൻറ്റിബുലം. അപ്പം ഈ ഗ്രൂപ്പ് ഓഫ് ആൽവിയോളയെ നമ്മൾ വിളിക്കുന്ന പേരാണത് ഇൻഫൻറ്റിബുലം. ദിസ് ഈച്ച് ഇൻഫൻറ്റിബുലം ലുക്സ് ലൈക്ക് എ ബഞ്ച് ഓഫ് ഗ്രേപ്സ്. മുന്തിരി കൊല തൂക്കിയിട്ടേക്കുന്ന പോലെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ പിക്ചറിലൊന്ന് നോക്കൂ, ക്ലിയർ ആയിരിക്കത്തില്ല, കുറച്ചുകൂടെ നമ്മുടെ മുന്തിരിക്കൊല തൂക്കിയിട്ടേക്കുന്ന പോലെയാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫാറിൻസ് എല്ലാം പാർട്സ്, എല്ലാ പാർട്സും ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. റിങ്സ് ഓഫ് കാർട്ടിലേജ്, ലങ്സ്, റിബ്സ്, ട്രക്കിയ, ഡയഫ്രം, ബ്രോങ്ക്യൂൾസ്, ആൽവിയോളർ സാക്ക്, ഇതെല്ലാം കാണപ്പെടുന്നു. ഇവിടെ നമുക്കാണെങ്കിൽ ഇവിടെ കാണാത്ത ഭാഗങ്ങൾ ഇവിടെയായിട്ട് നമുക്ക് കാണാം. അതായത് നേസൽ ക്യാവിറ്റി, എപ്പിഗ്ലോട്ടിസ്, ലാറിൻസ്, ട്രക്കിയ, ഈസോഫാഗസ്, ഇതെല്ലാം ഇവിടെയും കാണാം. The bronchi, bronchioles and the alveolus comprise the lungs. അപ്പം ബ്രോങ്കി, ബ്രോങ്ക്യോൾസ്, ആൽവിയോളസ് ഇതെല്ലാം കൂടി ചേർത്താണ് ലങ്സ് ഫോം ചെയ്തിരിക്കുന്നത്. There are 2 lungs covered by double layered pleura. അപ്പം 2 ലെയർ ഉള്ള ഒരു വോൾ പോലത്തെ ഒരു സാധനമാണ് ലങ്സിനെ കവർ ചെയ്തേക്കുന്നത്. അതിന് പറയുന്ന പേരാണ് പ്ലൂറ. അപ്പം ലങ്സിനെ കവർ ചെയ്തേക്കുന്ന പാർട്ടാണ് പ്ലൂറ. Between the pleural membranesൻ്റെ ഇടയ്ക്ക് is filled with pleural fluid which reduces friction on the lung surface. അപ്പം ഈ ലങ്സിൻ്റെ മണ്ടയിൽ മുകൾ ഭാഗത്തായിട്ട് ഈ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്. നമ്മൾ ഈ ലൂബ്രിക്കേഷനൊക്കെ തടയാൻ വേണ്ടി ഗ്രീസും എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കത്തില്ലേ, ഫ്രിക്ഷൻ തടയാൻ വേണ്ടി. ഇപ്പം തേഞ്ഞ് തീരാതിരിക്കാൻ, നമുക്ക് ഒരച്ച് അത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിലോട്ട് എണ്ണയോ ഗ്രീസോ വല്ലതും ഒഴിച്ച് അതിൻ്റെ ഫ്രിക്ഷൻ കുറയ്ക്കും. അതുപോലെ ലൂബ്രിക്കൻ്റായിട്ട് ഉപയോഗിക്കും. ഇതുപോലെ തന്നെ ഇവിടെ ഫ്രിക്ഷൻ പോലെ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്ലൂറൽ ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്ലൂറൽ മെംബ്രെയിനിൽ പ്ലൂറൽ ഫ്ലൂയിഡ്, പ്ലൂറ എന്ന് പറയുന്നത് ഔട്ടർ ലെയറാണ്. ആ ഡബിൾ ലെയർഡ് മെംബ്രെയിനിൽ പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്, അത് പ്ലൂറൽ മെംബ്രെയിനിലാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഔട്ടർ പ്ലൂറൽ മെംബ്രെയിൻ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ തൊറാസിക് ലൈനിങ് ആൻഡ് ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ വിത്ത് ലങ് സർഫേസ്. അപ്പം ഇത് രണ്ടും കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്, പ്ലൂറൽ മെംബ്രെയിൻ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് തൊറാസിക് ലൈനിങ്ങുമായിട്ടും ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ അകത്തുള്ളത് ലങ് സർഫേസുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, കണ്ടക്റ്റിംഗ് പാർട്സ് എന്നും എക്സ്ചേഞ്ച് പാർട്സ് എന്നും. കുറച്ച് സാധനങ്ങൾ കണ്ടക്ട് ചെയ്യും, കുറച്ച് സാധനം എക്സ്ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസിൽ ഇങ്ങനെ വ്യത്യാസം വന്നത്. കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് പറയുമ്പം ദ ഫങ്ഷൻ ഓഫ് ദി കണ്ടക്റ്റിംഗ് പാർട്ട് ഇസ് ദി ട്രാൻസ്പോർട്ട് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ ടു ദ alveoli. It also prevents the entry of foreign particles, humidifies
and brings the air to body temperature. The function of the conducting part. കണ്ടക്റ്റിംഗ് പാർട്ടിൻ്റെ ഫങ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ ഇൻ ടു ദ ആൽവിയോളൈ. അപ്പം അറ്റ്മോസ്ഫിയറിക് എയർ ആൽവിയോളയിലേക്ക് പാസ് ചെയ്യുന്നതാണ് കണ്ടക്റ്റിംഗ് പാർട്ട്. ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ഫോറിൻ പാർട്ടിക്കിൾസ്. അപ്പോൾ ഫോറിൻ പാർട്ടിക്കിൾസ് അകത്തോട്ട് കയറാതെ പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കുന്നു. ആൻഡ് ബ്രിങ്സ് ദ എയർ ടു ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ അനുസരിച്ച് ശരിയാക്കുന്നു. ആൻഡ് ദ എക്സ്ചേഞ്ച് പാർട്ട്, ദ സൈറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് O2 ആൻഡ് CO2 ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് എയർ. അപ്പം ഡിഫ്യൂഷനാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച സാധനമാണ് ഡിഫ്യൂഷൻ. അപ്പം ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ബ്ലഡും അറ്റ്മോസ്ഫിയറിക് എയറും, ഇതാണ് 4 ടേംസ്. ഈ 4 ടേംസിൽ O2 CO2 ഗ്യാസസ് ആണ്. അത് എന്തിൻ്റെ ഇടയിലാണ്? ബ്ലഡ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് എയർ. ഈ അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറയുന്നതാണ് O2 ആൻഡ് CO2. ബ്ലഡിൻ്റെ ഇടയ്ക്ക് ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഡിഫ്യൂഷൻ നടക്കുന്നതേ ഉള്ളൂ. ഈ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. ലങ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ thoracic chamber which is limited dorsally by the vertebral column, ventrally by the sternum, laterally by the ribs and the lower side dome-shaped diaphragm. അപ്പം ഇവിടെ നമ്മുടെ ലങ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? തൊറാക്സിക് ചാമ്പറിലാണ്. ഇതിനെ ഡോർസലായിട്ട് വെർട്ടിബ്രൽ കോളത്തിലും വെൻട്രലായിട്ട് സ്റ്റേണത്തിലും ലാറ്ററലായിട്ട് റിബ്സിലും ലോവറായിട്ട് ഡയഫ്രോമാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കാം. ഡോറിൽ വെർട്ടിബ്ര, വെൻട്രലി സ്റ്റേണം, ലാറ്റർ റിബ്, ലോവർ ഡയഫ്രം. ഡോം ഷേപ്ഡ് ഡയഫ്രമാണ്. ഒരു ഡോം പോലെയാണ് ഡയഫ്രം ഇരിക്കുന്നത്. Any change in the volume of the thoracic cavity will be reflected in the lung cavity, which is essential for breathing. അപ്പം വോളിയത്തിനുണ്ടാകുന്ന വ്യത്യാസമാണ് ബ്രീതിങ്ങിന് നമ്മെ സഹായിക്കുന്നത്. അപ്പോൾ റെസ്പിറേഷന് കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ബ്രീതിങ് ഓർ പൾമണറി വെൻറ്റിലേഷൻ. വെൻ എയർ ഈസ് ഡ്രോൺ ഇൻ ആൻഡ് CO2 റിച്ച് ആൽവിയോളർ എയർ ഈസ് റിലീസ്ഡ് ഔട്ട്. നമ്മൾ പറയത്തില്ല ഇൻഹലേഷൻ, എക്സ്ഹലേഷൻ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് എക്രോസ് ആൽവിയോളർ മെംബ്രെയിൻ. ഡിഫ്യൂഷൻ എന്ന് പറയുമ്പം എക്സ്ചേഞ്ച് O2 ആൻഡ് CO2. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ദ ബ്ലഡ്. ട്രാൻസ്പോർട്ട് സംഭവിക്കുന്നു. ഡിഫ്യൂഷൻ ഓഫ് O2 ആൻഡ് CO2 ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. ഇവിടെ ആൽവിയോളർ മെംബ്രെയിനിലാണ്, ഇവിടെ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. Oxygen is utilized by cells or catabolic reactions and resultant release of CO2. സെല്ലുലാർ റെസ്പിറേഷൻ ആണ് ഇവിടെ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ. നോസെറ്റ്, ലങ്, ലാറിൻസ്, റൈറ്റ് ലങ്സ്, റൈറ്റ് ബ്രോങ്ക്യൂൾസ്. ലങ്സിൻ്റെ കാര്യം പറഞ്ഞപ്പം മുന്തിരിക്കൊല്ല തൂക്കിയിട്ടേക്കുന്നതെന്ന് പോലെ പറഞ്ഞില്ലേ, അതാണ് ഈ സാധനം. അപ്പം അടുത്ത പാട്ട് നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.